ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി UK ന്യൂ ലൈഫ് ചർച്ചിന്റെ എക്സിക്യൂട്ടീവ് പാസ്റ്റർ ബ്ലെസന്റ് മാത്യു ആണ്. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതുമാത്രമല്ല നിർമ്മൽ, അദ്ദേഹം UK-യിലുള്ള കിൻഡിൽ യൂത്ത് മിനിസ്ട്രിയുടെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. ആ മിനിസ്ട്രി നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അദ്ദേഹത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We welcome you, Pastor. Thank you. ദൈവത്തിന് മഹത്വം. പ്രത്യേക ഇന്ന് നിങ്ങളുടെ ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കുറേയേറെ പേര് ഇന്നിവിടെ ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും മുഖം കാണുവാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കായി ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേക ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്ത പ്രിയ പാസ്റ്റർ ജിമ്മി കുര്യാക്കോസിനുള്ള പ്രത്യേക നന്ദി ഇത്തരണത്തില് ഞാൻ അറിയിക്കുന്നു. അഗെയിൻ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എല്ലാ മാനും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഈ കോവിഡ് സീസണിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് യൂത്ത്സിന് വേണ്ടിയിട്ട് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒത്തിരി പരിശ്രമങ്ങളൊക്കെ ചെയ്തു, ഒത്തിരി വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യണമായിരുന്നു. എല്ലാവരും അതിന് മുമ്പ് വരണമായിരുന്നു. ഞങ്ങൾ ഒരു ക്യാമ്പ് ആക്ച്വലി ചെയ്തായിരുന്നു ഓഗസ്റ്റില്. സോ വി നോ ദ പെയിൻ. ഇതിന്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട്, ഇതിന്റെ പിന്നിലുള്ള വേദനകള്, ചലഞ്ചസ് ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവർക്കും ആവശ്യമായ നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ യൂത്ത്സിനും പ്രത്യേക വർഷിപ്പ് ലീഡ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടെ ഓരോരുത്തരെ ദൈവം നിർത്തിയിരിക്കുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവം ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി. ഈ മിഷൻ എന്ന് പറയുന്നത് ഒരു ചർച്ചിന്റെയോ ഒരു വ്യക്തികളുടെയോ കുത്തകയല്ല. ദൈവം എല്ലായിടത്തും അതിന് വേണ്ട ആളുകളെ നിർത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ആളുകളെ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ മഹാപദ്ധതി പ്രകാരം അവരെല്ലാം അവരുടെ പ്രവൃത്തി നന്നായി ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഐ എം ഷുവർ ഒരു 4ാമത്തെ സെഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഓൾറെഡി ദൈവത്തിനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞു. ഇന്നത്തെ എന്റെ പ്രാർത്ഥന, എന്റെ ആഗ്രഹം അല്പമെങ്കിലും വചനം ആളുകളുടെ ഇടയിൽ ഹൃദയത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവം പ്രവർത്തിക്കും. ദൈവം ഒരു വലിയ മാറ്റവും ഒരു വിടുതലും നമ്മുടെ ഹൃദയത്തിൽ നൽകും. സോ ഇവൻ ഇന്ന് രാവിലെയും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, എന്റെ ശബ്ദത്തെക്കാൾ ഉപരി, മറ്റെല്ലാത്തിനേക്കാൾ ഉപരി കടന്നു വരുന്ന ജനത്തിന് ദൈവം സംസാരിക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ. ഇന്ന് രാത്രിയിൽ ഇന്നത്തെ എന്റെ ചിന്തയ്ക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, തിരുവചനത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അതിന്റെ ടൈറ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ആൻ ഇൻഫ്ലുവൻസർ ഇൻ യുവർ ജനറേഷൻ. Be an influencer in your generation. Before I go any further, let's bow our head and pray. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം ശ്രവിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, ആവശ്യമായ നന്മ നൽകണമേ. കർത്താവേ, അവിടുന്ന് തന്നെ നിന്റെ ജനത്തോട് സംസാരിക്കണമേ. അങ്ങ് നിന്റെ ജനത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് പോലും ഇന്ന് വിട്ടുപോകാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അങ്ങ് ആഗ്രഹിക്കാത്ത ഒരു വാക്ക് പോലും വരുവാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ശക്തിയുള്ളതും തികവുള്ളതും ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിയും മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെന്ന കർത്താവെ ആ വർക്ക് ചെയ്യുവാൻ കഴിവുള്ളതുമായിരിക്കാൻ നന്ദി പറയുന്നപ്പ. നിന്റെ വചനത്തിന്റെ പ്രവൃത്തി അങ്ങ് തന്നെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി ഒരിക്കൽ അനുഗ്രഹിക്കട്ടെ. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു വാം ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നായിരുന്നു. എന്റെ പേര് ബ്ലെസൻ. പറഞ്ഞല്ലോ, ഞാൻ UK-യിലെ ഒരു ചർച്ചിൽ സെർവ് ചെയ്യുന്നു, പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. മാരീഡ് ടു റോഷ്നി, 2 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ ഫ്രണ്ട് ജോമിന്റെ കുഞ്ഞ് ഏഞ്ചലീൻ ആൻഡ് വൈഫ് മിന്ന എല്ലാവരും ഉണ്ട്. താങ്ക് യു. എല്ലാവരെയും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും കാണുന്നതിൽ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എന്റെ ടോപ്പിക്ക് ബി ആൻ ഇൻഫ്ലുവൻസർ ഇൻ യുവർ ജനറേഷൻ. ഹൗ ക്യാൻ ഐ ബി എ ഇൻഫ്ലുവൻസർ? എല്ലാം യൂത്ത്സ് ആണല്ലോ, ഏറെക്കുറെ യൂത്ത്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇൻഫ്ലുവൻസർ എന്ന വാക്ക് നാം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തുവാ? ഒരു ഇൻഫ്ലുവൻസർ എന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തുവാ? എ പേഴ്സൺ വിത്ത് ഒരു 1000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരു 1000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, എന്തുവാ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഈ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
നമ്മളിതൊരു കോവിഡ് സീസൺ ആണല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിലെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന്. ഈ ഒരു 6 മാസം 7 മാസമായി നമ്മൾ ഈ പാൻഡമിക് കയറിയിട്ട്. ഈ പാൻഡമിക്കില് എന്റെ ഒത്തിരി സുഹൃത്തുക്കൾ യൂട്യൂബ് ചാനൽസ് സ്റ്റാർട്ട് ചെയ്തു. പണ്ടൊക്കെ ഒരു ഫ്യൂ ഇയേഴ്സ് മുമ്പ് ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഫിലിം സ്റ്റാർസോ അല്ലെങ്കിൽ ഒരു വലിയ വലിയ ആളുകളോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കാലം വന്ന് ഇപ്പം എല്ലാവരും സെലിബ്രിറ്റീസാണ് അല്ലെ? ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നാൽ ഇഷ്ടംപോലെ മെസ്സേജസ്, എന്ത് വേണ്ട ഒത്തിരി കാര്യങ്ങൾ, കുക്കിംഗ് ചാനൽസ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ കണ്ടു. ഞാൻ നാട്ടിൽ മാവേലിക്കരന്നാണ്, ഞങ്ങളുടെ ആറൊക്കെ ഉണ്ട്, ഒത്തിരി ആറും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ കണ്ടു. അവര് ജസ്റ്റ് വല വീശുവാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത ആറ്റിൽ വല വീശിയിട്ട് അത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ട് വന്നിട്ട് പറഞ്ഞു ലൈക്കേഴ്സ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ടു. എന്തും ചെയ്തിട്ട് ഫേമസ് ആകാൻ താല്പര്യമുള്ള ഒരു ജനത്തിന്റെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈവൻ നമ്മൾ ഒരു പോസ്റ്റോ അല്ലെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്കിലൊക്കെ ഇട്ടാൽ തന്നെ അതിന് ആയുസ് വെറും ഒരു 30 minutes ഒക്കെ കാണത്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ പുതിയ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടെ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കണം, ഇങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാണ് ഇൻഫ്ലുവൻസ്? എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട്? നമ്മുടെ വലിയ സോഷ്യൽ സം ഓഫ് ദ നെയിം കം ടു മൈ മൈൻഡ് ഇസ് എലോൺ മസ്കോ, മാർക്ക് സൂക്കർബർഗോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാർസോ ഈ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇന്ന് രാത്രിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയ ജീവിതം നയിക്കാം, എങ്ങനെ നമുക്ക് നയിക്കാം. എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ക്യാരക്ടർ എസ്ര എന്ന ക്യാരക്ടറാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. പ്രാർത്ഥിച്ചപ്പോൾ എസ്ര എന്ന ക്യാരക്ടർ ഞാൻ പോയി അത് പിന്നെ പഠിക്കുകയും പല പ്രാവശ്യം എസ്ര വായിക്കുകയും ചെയ്തപ്പോൾ ഒരു വേഴ്സ് വളരെ ശക്തിയായി എന്നെ ഇടപെട്ടു. എസ്ര നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു മെസ്സേജ് അല്ല, എന്നാൽ നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ചർച്ചകളിൽ. സോ എസ്ര ആരാണ്, അല്ലെങ്കിൽ എസ്ര എങ്ങനെ തന്റെ ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു? എസ്ര ഒരു അൺസങ് ഹീറോയാണ് ബൈബിളിലെ, അല്ലെ? ഒരു അൺസങ് ഹീറോയാണ്. ആ എസ്ര ജനിച്ചു വീണ തന്നെ ഒരു വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ പോലും ജനിച്ചു വീണ തന്നെ ഒരു എക്സൈൽ ഫാമിലി. ഒരു എക്സൈൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു സ്ലേവ് ആയ സിറ്റുവേഷനാണ് ജനിച്ചു വീണത്. നമുക്കറിയാം, ഇസ്രായേൽ പാപം ചെയ്തു, ബാബിലോൺ വന്ന് അവരെ അറ്റാക്ക് ചെയ്തു, അവരെല്ലാം ബാബിലോണിൽ കൊണ്ടുപോയി. ആ ബാബിലോണിൽ കൊണ്ടുപോയ കൂട്ടത്തിൽ ജനിച്ചു വീണ ഒരു വ്യക്തിയാണ് എസ്ര. എന്നാൽ യെരമ്യാവ് പ്രവചിച്ചതുപോലെ ഒരു 70 വർഷത്തിന് ശേഷം ഒരു കൂട്ടം ആളുകൾ പലായനം ചെയ്ത് സെരുബാബലിന്റെ നേതൃത്വത്തിൽ തിരിച്ച് ഇസ്രായേൽ വന്ന് അവർ സെറ്റിലായി. ഒരു രണ്ടാമത്തെ സെറ്റിൽമെന്റ് കൂടെ വന്ന, അല്ലെങ്കിൽ ആ സെറ്റിൽമെന്റ് ലീഡ് ചെയ്ത വ്യക്തിയാണ് എസ്ര. എസ്ര വന്ന ഒത്തിരി ചേഞ്ചസ് വരുത്തി, സാമൂഹ്യമായും ഒക്കെ ഒത്തിരി ചേഞ്ചസ് വരുത്തി. എന്നാൽ അദ്ദേഹമാക്കി തീർത്തത് എന്താണ്? ഒത്തിരി പേരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിരുന്നു ദാനിയേല്, വളരെ ശക്തനായ മനുഷ്യൻ. നമുക്കറിയാം, ദാനിയേലിന്റെ സ്റ്റോറി അറിയാം. അത് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അതുപോലെ തന്നെ എസ്രയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, വളരെ ശക്തമായി. ഇസ്രായേൽ ആ ഒരു സെനഗോ കൾച്ചറും പ്രയറും വർഷിപ്പും റിന്യൂവലും ഒക്കെ മടക്കി കൊണ്ടുവരുന്നതില് എസ്ര വലിയൊരു പങ്ക് വഹിച്ചു. സോ എങ്ങനെയാണ് ഇദ്ദേഹം കൊണ്ടുവന്നത് നമുക്ക് ശ്രദ്ധിക്കാം. I just want to turn everybody's attention to Ezra chapter 7 verse 10. I'll share a slide. ആരെങ്കിലും നോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. സോ നിങ്ങൾ അത് പിന്നെ ആയാലും അത് പ്രയോജനപ്പെടും. സോ എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അതാണ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. കീ വേർഡ്സ് ഞാൻ പറയുന്ന എല്ലാം മറന്നാലും ഈ വാക്യമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്കത് വായിക്കാം. Ezra chapter 7 verse 10. Ezra had prepared his mind. Ezra had prepared his mind to seek the law of the Lord and to do it and to teach statutes and ordinance in Israel. ഇത്രേ ഉള്ളൂ. ഞാനത് ഇത് സ്റ്റോപ്പ് ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം, സോ ദാറ്റ് നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ട് സംസാരിക്കാമല്ലോ. ഓക്കെ, എസ്ര ചെയ്യുന്ന ഇത്രമേ ഉള്ളൂ. എസ്ര മനസ്സു വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഒന്നാമത്തെ കാര്യം, എസ്ര മനസ്സു വെച്ചു
law of the Lord, seek the law of the Lord and to do it and to teach statutes and ordinance in Israel. സോ ഇത് നമുക്കൊരു ഒരു നല്ല മോഡൽ. ആ വാക്യം ബൈബിളുള്ളവർ സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് കാണാം. ഒന്നാമത്തെ കാര്യം കാണുന്നത് എസ്ര മനസ്സ് വെച്ചു. രണ്ടാമത്തെ കാര്യം എന്തിനു മനസ്സ് വെച്ചു? മറ്റൊന്നിനു വേണ്ടി, ലോകപരമായ കാര്യങ്ങൾക്കോ ഒന്നിനുമല്ല മനസ്സ് വെച്ചത്. അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകാനോ അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ ആകാനോ ഒന്നുമല്ല മനസ്സ് വെച്ചത്. ടു സീക്ക് ദ ലോർഡ്, ദൈവത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ ന്യായപ്രമാണം അന്വേഷിക്കുക, അതിന് മനസ്സ് വെച്ചു. രണ്ടാമത്തത് അന്വേഷിക്കുക മാത്രമല്ല ചെയ്തത്, അത് ചെയ്യുവാനും തീരുമാനിച്ചു. He gonna do it as well. And the final thing, he's gonna teach others. മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും തീരുമാനിച്ചു. സോ നമുക്കിതിന്റെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത് അദ്ദേഹം മനസ്സ് വെച്ചു. എന്തിനു മനസ്സ് വെച്ചു? ദൈവവചനം പഠിക്കുവാൻ മനസ്സ് വെച്ചു. അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നു, ദൈവത്തെ അറിയുവാൻ. അന്ന് തിരുവചനം മാത്രമേ ഉള്ളൂ, ബൈബിൾ മാത്രമേ ഉള്ളൂ അവർക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ പ്രമാണങ്ങൾ തിരിച്ചറിയുവാനും. സോ അവർ വചനം നല്ലതുപോലെ പഠിക്കാൻ തീരുമാനിച്ചു. സെക്കൻഡ്, അത് ചെയ്യുവാൻ തീരുമാനിച്ചു. മൂന്ന്, ഫൈനല്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് ഞാൻ അല്പം പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, he prepared his heart. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണുന്നു, he prepared his heart. Ezra had prepared his heart to seek the law of the Lord and to do it. So number one thing, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എഴുതാം, prepare your heart. Prepare your heart. എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? Ezra was very intentional in preparing his heart. അവന്റെ ലൈഫിന്റെ തുടക്കത്തിൽ തന്നെ അവൻ ഡിസൈഡ് ചെയ്തു, I am going to spend time with God. ദൈവവുമായി കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യും. ഞാൻ ആരും എന്താ പറയാ ഇന്റൻഷനൽ ആകാതെ ദൈവമായിട്ട് അടുത്തിട്ടില്ല. ശ്രദ്ധിക്കുക, ആരും ഇന്റൻഷനൽ ആകാതെ തിരുവചനം വായിക്കാൻ പറ്റത്തില്ല. നമുക്ക് വായിക്കാം. നമ്മള് ഒരുപക്ഷെ ഒരു പെന്തക്കോസ്ത് ഭവനയിലും ഒക്കെ ജനിച്ചു വളർന്നവരാണെങ്കിൽ നമുക്കൊരു വായനയുണ്ട്. രാവിലെ എഴുന്നേറ്റ് സങ്കീർത്തനം 23 ഞാൻ യഹോവയുടെ ഇടനാമം അത് വായിച്ച് സന്ധ്യാവിശ്വാസമായ ഒന്നാം ദിവസം മടക്കി രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന ഒരു ഫാമിലി പറയാണ് ഓടിച്ച് എന്തെങ്കിലും ഒന്ന് വായിച്ച് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. പക്ഷേ നമ്മൾ വചനം പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ഗ്രഹിക്കണമെങ്കിൽ we have to be very intentional. നമ്മളത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്തിനാ നമ്മുടെ ഹൃദയം പ്രിപ്പയർ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇമാജിൻ നമുക്കൊരു സീഡ് ഉണ്ടാകുന്നിരിക്കട്ടെ. ഒരു സീഡ് ഒരു ബീൻസിന്റെയോ അല്ലെങ്കിൽ ഒരു സീഡ് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സീഡ് എന്റെ ബൈബിളിന്റെ പുറത്തിരുന്നാൽ അത് ഒരിക്കലും ഫലം കായ്ക്കത്തില്ല, അല്ലെ? ആ ബൈബിളിന്റെ പുറത്ത് അത് വെച്ചിരുന്നാൽ ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. ഒരു അരിയോ അല്ലെങ്കിൽ ഒരു നെൽമണിയോ എല്ലാം വെച്ച് ഫലം കായ്ക്കത്തില്ല. അത് ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തൊരു സ്ഥലത്തിട്ടേ പറ്റും. അല്ലെങ്കിൽ കുറച്ച് നെല്ലെടുത്ത് നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളിലോ ഇട്ടാൽ അത് ഫലം കായ്ക്കുമോ? ഇല്ല, അത് ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. അല്ലെങ്കിൽ കുറച്ചൊക്കെ നിലത്ത് വീണ് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിളിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. എന്നാൽ അത് കൃത്യമായ സ്ഥലത്ത് അത് ഇടുവാൻ പറ്റിയാൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കാനിടയായിത്തീരും. നമ്മളൊരു നെൽമണി എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ആ സീഡിന് ഒരു കുഴപ്പമില്ല, ഇല്ലേ? ശ്രദ്ധിക്കുക, ഒരു നെൽമണി നമ്മൾ കൈ പിടിച്ചാല് ആ സീഡിന് ഒരു കുഴപ്പമില്ല. The seed is power packed to produce harvest. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോമിസ് നമുക്ക് നൽകുമ്പോൾ ആ സീഡിന് ഒരു കുഴപ്പമില്ല. കാരണം അത് സീഡ് അത് വന്ന ദൈവത്തിൽ നിന്നാണ് വന്നത്. ആ പ്രോമിസ് ദൈവം തന്നത് അത് ദൈവമാ തന്നത്. ആരാ ദൈവം? He's a God of Israel, God of Abraham, God of Jacob, God of Moses, God of David, God of our fathers, God of our നമ്മുടെ pastors. See, ദൈവം അവരുടെ എല്ലാം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, വലിയ കാര്യങ്ങൾ ചെയ്തു. ആ സെയിം ദൈവം, ജീസസ് ക്രൈസ്റ്റ്, സെയിം yesterday, today and forever.
ഇന്നും നാളെയും എല്ലാം നമ്മുടെ കർത്താവ് അനന്യം തന്നെയാണ്, സെയിം തന്നെയാണ്. ആ ദൈവം നമുക്കൊരു പ്രോമിസ് നൽകുമ്പോൾ, ഒരു വാഗ്ദത്തം നൽകുമ്പോൾ, അത് ഒരു റൈറ്റ് എൻവയോൺമെന്റിൽ നമുക്ക് ഇടുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആ സീഡിന്റെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. മനസ്സിലായോ? ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പറേഷൻ ഒത്തിരി ആവശ്യമാണ്. ഒരു പ്രിപ്പറേഷൻ ആക്ച്വലി ആവശ്യമാണ്. അത് ഞാൻ ഒരു കാര്യം കുറച്ചുകൂടെ പറയാം. നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഹാർവസ്റ്റ്. പ്രിയ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സ്, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയും. നമുക്ക് ഡാനിയലിന്റെ സ്റ്റോറി വളരെ നന്നായിട്ട് അറിയാം. ഡാനിയല് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തീരുമാനം എടുത്തു. He decided in his heart not to defile with these worldly things. He decided. എപ്പോഴാണ് ഡിസൈഡ് ചെയ്തത്? ആൽക്കഹോളും എല്ലാം മുന്നിൽ ഇഷ്ടംപോലെ സെർവ് ചെയ്തപ്പോൾ സ്വതന്ത്രം മാറിക്കാന്ന്. അതിനു മുൻപേ അവൻ ഡിസൈഡ് ചെയ്തു. സി, ഒരു അടിമയായിട്ട് ഒരു രാജ്യത്ത് ചെന്ന പയ്യൻ ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയി തീരണമെങ്കിൽ അത് ചുമ്മാതെ ഒന്നും ആയി തീരത്തില്ല. I know it's nothing short of a favor of God. ദൈവത്തിന്റെ ഫേവർ അല്ലാതെ മറ്റു ഒന്നും അല്ലത്. അത് നമുക്കറിയാം. ദൈവത്തിന്റെ ഫേവർ അല്ലാതെ അത് മറ്റൊന്നും അല്ലെന്ന് നമുക്കത് നന്നായിട്ട് അറിയാം. എന്നാൽ ദാനിയേലിന്റെ പ്രിപ്പറേഷനും അതിൽ ഒത്തിരി വിഷയമാണ്. ദാനിയേലിന്റെ പ്രിപ്പറേഷൻ അതിലുണ്ട്. ഇതുപോലെ തന്നെ look at the story of Joseph. പൊത്തിഫറിന്റെ വീട്ടില് പൊത്തിഫറിന്റെ ഭാര്യ അവനെ ടെംപ്റ്റ് ചെയ്യാൻ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞു, അയ്യോ, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്യത്തില്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ, ഞാൻ ആ സമയത്തെല്ലാം ഡിസിഷൻ എടുത്തത്. There's a preparation before that. There's a preparation before that. പ്രിയ സുഹൃത്തുക്കളെ, number one thing today I just want to say that ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, let us prepare our heart. Let us prepare our heart. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പ്ലാനുകൾക്ക് വേണ്ടിയിട്ട്. ഈ തീം നാം കേട്ടു, ബീയിങ് എ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ്. അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു കാര്യം കൂടെ പ്രിപ്പറേഷനിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നെ വളരെ ടച്ച് ചെയ്തൊരു വേർഡ്സ് ഉണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അവിടെ മറ്റൊന്നുമല്ല, സാംസന്റെ പിതാവ് മനോവ ആ ദൈവദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നാളുകളായി വെയിറ്റ് ചെയ്തു. ഒരു ദൂതൻ വന്ന് വൈഫിനോട് പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും. ഇമാജിൻ, നമ്മളോട് ദൈവം ഒരു വലിയ വാഗ്ദത്തം തരിക, നിനക്ക് നാളെ നിന്നെ വാലല്ല തലയാണ്. അല്ലെങ്കിൽ നാളെ ഒരു വാഗ്ദത്തം തരുക, നാളെ നീ ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്റർ ആകാൻ പോവാണ്. വളരെ നാളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ദൈവം അതിനൊരു മറുപടി നൽകി, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഇനി ഫേസ്ബുക്കിൽ വേണ്ടി ഒരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുള്ള മെസ്സേജ് ഇടും. ദൈവം എന്നോട് സംസാരിച്ചു, ഞാനൊരു ഏഞ്ചലിനെ കണ്ടു. ഒരു വലിയ സംഭവമല്ലേ ഇത്? എല്ലാവരോടും ചെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനോവ അതൊന്നുമല്ല ചെയ്യുന്നത്. മനോവ ദൈവം ഒരു വാഗ്ദത്തം നൽകിയ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ബോയ്സ് റൂൾസ് ലൈഫ് ആൻഡ് ഹിസ് വർക്ക്? ഒന്നുകൂടെ തെളിച്ചു പറയാം. ഒരു കുഞ്ഞുണ്ടാകൂന്ന് പറഞ്ഞ ഉടനെ അപ്പൻ ദൂതനോട് ഈ കുഞ്ഞിനെ എങ്ങനെയാ വളർത്തേണ്ടത്, ഈ കുഞ്ഞിന് എന്ത് പ്രിപ്പറേഷൻസ് ഞാൻ കൊടുക്കേണ്ടത്? അപ്പന് മനസ്സിലായി, എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഒരു നോർമൽ കുഞ്ഞല്ല, ഒരു സ്പെഷ്യൽ കുഞ്ഞ. എന്നാൽ ഈ കുഞ്ഞിനെ എല്ലാ പിള്ളേരും വിടുന്ന പോലെ എല്ലാ സ്കൂളിലും വിട്ട്, എല്ലാം ചെയ്യിപ്പിച്ച്, എല്ലാ കൾച്ചറൽ പ്രോഗ്രാമിലും നടത്തി, എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും പോലെ വളർത്തിയാൽ മതിയോ? മനോവിച്ച് അങ്ങനെയല്ല. ദൈവത്തിന് ഒരു പ്ലാൻ അവനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഉണ്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ദൈവത്തോട് ചോദിക്കാൻ പോവാ, അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഓക്കെ, നമ്പർ 1, ദൈവത്തിന് അവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ എങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യാം? പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, കുഞ്ഞുണ്ടായി 10 വയസ്സ് കഴിഞ്ഞിട്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ ചോദിക്കുക, ഇവനെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ,
ഇവൻ എന്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കോട്ടെ, മിനിസ്ട്രി, ജോലി, ഫാമിലി, ആ ദേശത്തെ പറ്റി ആയിക്കോട്ടെ, ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഡ്രീമും ആ ഡിസയറും തരുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ ഞാൻ എങ്ങനെയാ ഇതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ആവേണ്ടത്, ഞാൻ എന്തുവാ ഇതിനു വേണ്ടി, കർത്താവെ നീ എന്നെ വിളിച്ചു, കാര്യം ശരിയാ, കർത്താവെ നിനക്ക് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, കാര്യം ശരിയാ, കർത്താവെ നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ എനിക്കൊരു ഒരു വാഗ്ദത്തം തന്നു, എന്തുവാണ് ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു നിമിഷം കർത്താവിനോടൊന്ന് ചോദിക്കുക, കർത്താവെ ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ഞാൻ എങ്ങനെ എന്നെ തന്നെ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഒരു നിമിഷം എടുത്തൊന്ന് പ്രാർത്ഥിച്ചു. ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. എന്താ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തന്നെ അറിയാമല്ലോ, നമ്മളൊരു ഒരു നെൽമണി നിലത്ത് വീണ് അത് വളർന്ന് അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് ഒരു 3 മാസം കഴിഞ്ഞ് ഇത് കൊയ്യാറാകുന്ന സമയം വരെ ഇതിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ട്രാക്ടർ കൊണ്ടുപോകണം, അതെല്ലാം നന്നായിട്ട് ഇളക്കണം, കല്ലുണ്ടെങ്കിൽ അത് പറിച്ച് കളയണം, അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ബീറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പറിച്ച് കളയണം. സോ എങ്ങനെയാണ് പ്രിപ്പറേഷൻ? നമ്മുടെ തന്നെ ജീവിതത്തിൽ നോക്കിയാൽ ചില ഹാബിറ്റ്സ്, ചില ബാഡ് ഹാബിറ്റ്സ്, ദാറ്റ്സ് എ വീഡ് ഇൻ അവർ ലൈഫ്. ആ വീട് പറിച്ചു കളയേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, ഒരു ശിഷ്യന്മാർ, ഒരു ഗുരുവും ഒരു ശിഷ്യന്മാരും വഴി നടന്നപ്പോൾ ഗുരു പറഞ്ഞു, ശിഷ്യനോട് പറഞ്ഞു, നീ പോയി ആ ഒരു ചെടി ഒന്ന് പറിക്കാൻ പറഞ്ഞു. അവൻ പോയി വളരെ ഈസി ആയിട്ട് ഒരു ചെടി വളരെ ഒരു കൈ കൊണ്ട് പറിച്ചു കളഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് നീ എന്നാ അടുത്ത ചെടി പറിക്കാൻ മതി, ഇച്ചിരി വലുതാണ്, കട്ടിയുള്ളതാണ്. അവൻ 2 കൈയും പോയി വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് അത് വലിച്ചെടുത്ത് കളഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരു വലിയ ഓക്ക് ട്രീ കണ്ടു, വലിയൊരു ഓക്ക് ട്രീ. പറഞ്ഞു, നീ അതൊന്നും ഇനി പോയി പറിക്കാൻ പറഞ്ഞു. അഭിഷേ പറഞ്ഞു, ഗുരു എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, ഇറ്റ് ഈസ് ടു ബിഗ്, ഇത് ടു ബിഗ് ആണ്, ഇത് ഒത്തിരി വലുതാണ് ഈ ട്രീ. അപ്പം ഗുരു പറഞ്ഞു, മോനെ ഇതുപോലെയാണ് നിന്റെ ജീവിതത്തിലെ ചില ഹാബിറ്റ്സ്, ഇതുപോലെയാണ്. ഇപ്പൊ ഒരു ചെറിയ കാര്യം ഒരു പ്രാവശ്യം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, ഒരു പാപം ചെയ്തു, അല്ലെങ്കിൽ തെറ്റാണ് നമുക്കറിയാം, നമുക്ക് ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അത് പെട്ടെന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു, നമ്മളത് എടുത്തു കളഞ്ഞു. അത് 1 മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അതൊന്ന് താലോലിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ടഫ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. സോ ഇമാജിൻ, നമ്മൾ അതിനെ കുറെ നാള് വളരുവാൻ അനുവദിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനെ പറിച്ചു കളയാൻ നോക്കിയാലോ? ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ഇതുപോലെയാണ് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലുള്ള ചിലതിന് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ചിലത് വളരെ സ്ട്രോങ് ആയിട്ട് ഓൾറെഡി റൂട്ടഡ് ആയിട്ടുണ്ട്. ദൈവം നമുക്ക് കൃപ തരട്ടെ അതിനെ പറിച്ചു കളയുക. ദൈവം നമ്മെ ശക്തീകരിക്കുക. എന്തിനാണ് പ്രിപ്പയർ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞത്? പ്രിപ്പയർ ഹിസ് ഹാർട്ട്. സി, എസ്ര മനസ്സു വെച്ചു. കർത്താവ് പറഞ്ഞു, നിന്റെ മനസ്സിരിക്കുന്നിടത്ത് നിന്റെ പണം ഇരിക്കും, നിന്റെ മനസ്സിരിക്കും, അല്ലേ? മനസ്സ് അതാണ് നമ്മളെ എല്ലാത്തിലും ഗൈഡ് ചെയ്യുന്നത്. ഗാർഡ് യുവർ ഹാർട്ട്. We need to guard our heart. We need to put a check on the windows of our life. നമ്മുടെ ജീവിതത്തിലെ വിൻഡോ ഡോസ് എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് അലൗ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ പ്രിപ്പയർ ചെയ്ത് എസ്ര തന്റെ ജീവിതത്തിൽ മനസ്സ് വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ വചനം അന്വേഷിക്കുക, ദൈവത്തിന്റെ കൽപ്പനകള് പ്രമാണിക്കുക അവന്റെ കാലഘട്ടം. Number 1, prepare your heart. Then number 2, pursue God. See, we see that Ezra had prepared his heart. Number 1, he prepared his heart to seek the law of the Lord. See, he pursued God. അവൻ ദൈവത്തെ അന്വേഷിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ചെന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യെസ്ര അവൻ സമയമെടുത്തു പഠിക്കുവാൻ. അവൻ സമയമെടുത്തു വചനം പഠിക്കുവാൻ. എന്താ വചനം പഠിക്കുന്ന പ്രത്യേകം? വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ദൈവവചനത്തെ പോലെ നമ്മെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് വായിക്കുന്ന ഒരു ഓഥർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബുക്കിന്റെ ഓഥർ നമ്മുടെ കൂടെ ഇരുന്ന് വായിക്കുന്നത് തിരുവചനം മാത്രമാണ്.
തിരുവചനം മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. ബൈബിൾ പറയുന്നത് തിരുവചനം നല്ല കണ്ണാടിയാണ്, നമ്മെ തന്നെ കാണുവാൻ പറ്റും. തിരുവചനത്തിലെ ആ കണ്ണാടി നമ്മൾ നോക്കിയാൽ നമ്മളെ തന്നെ കാണുകയാണ്. ആ തിരുവചനത്തിൽ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത്. 1 പത്രോസ് നമ്മൾ കാണുന്നു, ഞാൻ നിങ്ങളെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ നിങ്ങൾ വിളിച്ച രാജകീയ പുരോഹിത വർഗമാണെന്ന്, നിങ്ങളെ ചോസൺ പീപ്പിൾ, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഇതെല്ലാം ദൈവം നമ്മളെ വിളിച്ച വിളിയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ തിരുവചനം നമ്മള് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, നമ്മളത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, തിരുവചന വായന ഒരു ബോറാണ് എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തിരുവചനം വായിച്ച് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ, ഏറ്റവും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്, നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് എന്തുവാ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, ലവ് ദ ലോർഡ് വിത്ത് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ ആൻഡ് വിത്ത് ഓൾ യുവർ മൈൻഡ്. അല്ലേ? അതാണ് ഒന്നാമത്തെ കമാൻഡ്മെന്റ്. pursue God, love your God. എങ്ങനെ ലവ് ചെയ്യുന്നത്? ലവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ യാക്കോബിനോട് ചോദിക്കണം. ഈ ലവിന്റെ അർത്ഥം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ, യാക്കോബ് റേച്ചലിന് വേണ്ടിയിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്തു? നല്ല രസമാണ്. നമ്മൾ ബൈബിള് വളരെ ഇരുത്തി നമ്മളൊന്ന് വായിച്ചാല് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്കറിയാം, ഈ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടായി, യാക്കോബ് ഓടിച്ചെന്ന് 16 ചെന്ന് ലാബാന്റെ ആ സ്ഥലത്ത് ചെന്നിട്ട് നോക്കുക, എങ്ങനെങ്കിലും തന്റെ അമ്മയുടെ ബ്രദർ ലാബാൻ അവരുടെ ഫാമിലിയിൽ എത്തണം. അവിടെ ചെന്ന് പല അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇതാ വരുന്നു റേച്ചൽ, ലാബാന്റെ പുത്രിയാണ്, കുറെ ആടുകളുണ്ട്. അവിടെ ഒരു വലിയ വെല്ലുണ്ടായിരുന്നു, ഒരു വലിയ കിണറുണ്ടായിരുന്നു, ഇല്ലേ? വലിയ കിണറിന് അവിടെ അവര് കിണറ് മൂടുന്ന ഒരു വലിയ കല്ലാണ്. ഇറ്റ്സ് എ മാസീവ് സ്റ്റോൺ. ഒരു 5-6 പേർ ഒരുമിച്ച് പിടിച്ചാൽ പോലും മൂവ് ചെയ്യാത്ത ആ വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു. റേച്ചൽ വന്നപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? ഓടിച്ചെന്ന് പുള്ളി ഒറ്റയ്ക്ക് ആ കല്ലങ്ങ് തള്ളിക്കളഞ്ഞു. മനസ്സിലായോ? സ്നേഹം വന്നു കഴിഞ്ഞാൽ ശക്തി വരുമെന്ന് അറിയാവോ? എത്ര വർഷം യാക്കോബ് റേച്ചലിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് നമുക്കറിയാമോ? 14 വർഷം. ഇനി യാക്കോബിനോടൊന്ന് ചോദിച്ചേ, ഈ 14 വർഷം ഒത്തിരി ദൂരമല്ലേ? എസ്പെഷ്യലി ഒരു പെണ്ണിന് വേണ്ടിയൊക്കെ ഒരു 14 വർഷം വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. യാക്കോബിനെ ചോദിച്ചാൽ പറയാം, യാക്കോബ് 14 വർഷം പോയ സമയം ഞാൻ അറിഞ്ഞില്ല. ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ 5 മണിക്കൂർ 5 മിനിറ്റ് ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നും. ഇത് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ. അവിടെ ഹൃദയം വരുന്നു, ശ്രദ്ധിക്കുക. ബൈബിൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തതാണ്. നമ്മൾ ഹൃദയം വെക്കാതെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയം നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനോ തിരുവചനത്തിന് മുന്നിൽ വരുവാനോ നമുക്ക് കഴിയത്തില്ല. ഇവിടെ കാണുന്നു, ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ, ദൈവം നമ്മളെ അതിനായി ശക്തീകരിക്കട്ടെ. സോ എന്ത് സംഭവിക്കും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ? തിരുവചനം എന്തിനാ പഠിക്കുന്നത്? ചിലർ പഠിക്കുന്നത് ഒരു മെസ്സേജ് കൊടുക്കാനാണ് പഠിക്കുന്നത്. ചിലർ പഠിക്കുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാൻ പഠിക്കുന്നവരുണ്ട്. ചിലർ പഠിക്കുന്നത് ഞാൻ പഠിച്ചു എന്ന് കേൾപ്പിക്കാൻ പഠിക്കുന്നവരുണ്ട്. പിന്നെ ചിലർ പഠിക്കുന്നത് ഈ വേർഡ്സ് കോമ്പറ്റീഷന് പഠിക്കുന്നവരുണ്ട്. ബൈബിൾ ക്വിസ്. ഞാനും ചെറുപ്പത്തിൽ അറൌണ്ട് 2000 ടൈമിൽ PIP ഞാനും ആക്ച്വലി ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് PIP ക്യാമ്പ് ആണല്ലോ. സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾ മാവേലിക്കരയായിരുന്നു. മാവേലിക്കര എന്ന് സോണൽ മത്സരമുണ്ട്. സോണലിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിൽ പോയി മത്സരമുണ്ട്. അവിടെ വേർഡ്സ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അത് രാവിലെ ആയിട്ടും ഒരു വലിയ പേപ്പറിൽ എഴുതി കുറെ വേർഡ്സസ് പഠിച്ചുകൊണ്ട് പോയി സ്കൂളിലൊക്കെ ഇരുന്ന് പഠിച്ച്, ബസ്സിൽ ഇരുന്ന് പഠിച്ച് അങ്ങനെ പോയി എഴുതും. അതൊരു 100 വാക്യം 150 വാക്യം നമ്മൾ പഠിച്ചെടുക്കും. ഒരു 2 മാസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫസ്റ്റ് കിട്ടാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മേടിച്ചാൽ ഇന്നത് മേടിച്ചു തരാം. അത് കിട്ടാനായിട്ട് കൂടെ പഠിക്കുന്ന ഒരു പഠിപ്പുണ്ട്. അപ്പൊ ആ ഒരു പഠിത്തമല്ല ഞാൻ പറയുന്നത്.
ഞാൻ പറയുന്നത് ആ ഒരു വായന ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വായിക്കുന്ന വായന എങ്ങനെയെന്ന് വെച്ചാല്, ദൈവവചനം നമ്മൾ വായിക്കുന്നത്, ദൈവമേ നീ എന്നോട് സംസാരിക്കും, എന്റെ ഹൃദയത്തോട് നീ ഒന്ന് ഇടപെടണം, ആ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒന്ന് ഗ്രഹിക്കാനായിട്ട്. ഇങ്ങനെ പറയാം, എത്ര പേര് കേട്ടോ ലോഗോസ് ആൻഡ് റീമ, ദിസ് ടു വേർഡ്സ് ലോഗോസ് ആൻഡ് റീമ. ഇത് രണ്ടും ദൈവവചനത്തിന് പറയുന്ന രണ്ട് പേരുകളാണ്, ഒന്ന് ലോഗോസ്, ഒന്ന് റീമ. എന്താണ് ലോഗോസ്? എഴുതപ്പെട്ട വചനം, റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ജെനസിസ് ടു റെവലേഷൻ, അതിന് പറയുന്നതാണ് ലോഗോസ്. പക്ഷെ there is something called റീമ. റീമ എന്ന് പറയുന്ന ഒന്നുണ്ട്. റീമ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പോഴത്തെ നമ്മുടെ ആവശ്യത്തിന് ദൈവം തരുന്ന ഒരു വേദഭാഗം. എന്നൂടെ പറയാം, റീമ വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പോഴത്തെ ആവശ്യത്തിന് ദൈവം തരുന്ന ഒരു വേദഭാഗം. എന്ന് വെച്ചാൽ നമ്മൾ ഒരാള് ഒരു ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ ബയോപ്സി എടുത്തു, ഡോക്ടറെ ചെക്ക് ചെയ്യാൻ വിട്ടു, നമ്മൾ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കാനിരുന്നു, മുഴങ്കാലത്ത് ദൈവം പ്രാർത്ഥിച്ചു, ദൈവം നമുക്കൊരു വാക്യം തന്നു, നീ മരിക്കില്ല, നീ ജീവിക്കും, ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണും, വിശ്വസിച്ചില്ല കഷ്ടം, നീ നിശ്ചയമായി ജീവിക്കും. ദൈവം നമുക്കൊരു വേർഡ്സ് തന്നെന്ന് വെച്ചു. സോ ദാറ്റ് ഈസ് ദ റിപ്പോർട്ട് ഗോഡ് ഹാസ് ഗിവൺ, ദ ഹെവൻ ഹാസ് ഗിവൺ ടു us. അത് നമ്മുടെ കയ്യിലുണ്ട്. നാളെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് വായിക്കാൻ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം അല്ലെ ഒരു 6 മാസത്തിൽ കൂടുതൽ കാലാവധി ഇല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. സോ ജീവിതകാര്യങ്ങൾ ക്രമത്തിലാക്കിക്കൊള്ളുക. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും സാധാരണക്കാരുടെ കാറ്റ് പോവും, സാധാരണക്കാരുടെ ടെൻഷൻ അടിക്കും, ഒരു വറിയാകും, ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. എന്നാൽ ഒരു ദൈവ പൈതലിന് അന്ന് തലേന്ന് കിട്ടിയ വാക്യത്തിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുക. ദൈവമേ നീ എനിക്ക് തന്ന റീമ വേർഡ്, നീ എനിക്ക് തന്ന വാക്തത്വം, നീ എനിക്ക് തന്ന വചനം ഇതാണ്, I'm holding on to it. അങ്ങനെ ഒരു വാക്ക് ദൈവം നമുക്ക് തന്നെങ്കിൽ ബാക്കി എല്ലാത്തിനെയും ഓവർകം ചെയ്യുവാൻ ആ ഒരൊറ്റ വാക്ക് മതി. ആ ഒരൊറ്റ വാക്ക് മതി, നമ്മൾ ഓവർകം ചെയ്യും. പിന്നെ ഇനി ഭൂമി കുലുങ്ങി ഇനി എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ പേടി. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കോവിഡ് തുടങ്ങിയ സീസണിലാണല്ലോ, ഒരു മാർച്ചില് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സ് കുഞ്ഞിന് കോവിഡ് ബാധിച്ചു. വിത്തിൻ ഫ്യൂ ഡേയ്സ്, ഒരാഴ്ച എടുത്തില്ല, കുഞ്ഞിന് കോവിഡ് ആയി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ വിചാരിച്ചു ഇത് മറ്റേ ജോണ്ടിസ് ആയിരിക്കും. ഇവിടെ UK ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജോണ്ടിസ് ഉണ്ട്, അവർക്കപ്പം അവർ സൺലൈറ്റ് ഒക്കെ അടുപ്പിച്ച് ആ ജോണ്ടിസ് കളയും. സോ പക്ഷെ അവർ കോവിഡ് ടെസ്റ്റിംഗ് ചെയ്തു. സോ കോവിഡ് തുടങ്ങിയ സീസൺ ആയിരുന്നു. സോ കോവിഡ് ടെസ്റ്റ് ചെയ്ത് വെനസ്ഡേ പോയി അഡ്മിറ്റഡ് ആയിരുന്നു. തേഴ്സ്ഡേ, ഫ്രൈഡേ സാറ്റർഡേ മോർണിംഗില് ഡോക്ടർ റിപ്പോർട്ട് തന്നു. ഫ്രൈഡേ മോർണിംഗ് ഡോക്ടർ റിപ്പോർട്ട് തന്നു, കുഞ്ഞിന് കോവിഡ് ഉണ്ട്. കുഞ്ഞിന് 8 ദിവസം പോലും പ്രായമില്ലാത്ത സമയത്ത് കോവിഡ് ഉണ്ട്. ആ സമയത്ത് നമുക്കറിയാലോ ഈ കോവിഡ് എന്തുവാണെന്ന് പോലും നമുക്ക് അത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ടെൻഷൻ. ഒരു കോവിഡ് എവിടേക്കോ രോഗം ഉണ്ട്, UK ഹിറ്റ് ചെയ്തതേ ഉള്ളൂ. സോ ഒരു വല്ലാത്ത പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ആ ദിവസം രാവിലെ എന്റെ വൈഫ് റോഷ്നിയും കുഞ്ഞും അവർ ഹോസ്പിറ്റലാണ്, ഞാൻ വീട്ടിലാണ്. സോ പ്രാർത്ഥിച്ചപ്പോ ഈ ഒരു വാക്യം തന്നു, യു ആർ ഓണറബിൾ. യെശയ്യാവിന്റെ പുസ്തകത്തില് ഒരു വാക്യം തന്നു, യു ആർ ഓണറബിൾ ബിഫോർ മൈ സൈറ്റ്, ഐ വിൽ ഗിവ് ജാതികളെ അവകാശമായി തന്നു നിന്റെ മക്കൾ. അങ്ങനെ ഒരു വേഴ്സ് ദൈവം എനിക്ക് ആ രാവിലെ തന്നു. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ആ വേഴ്സ് അതിനു മുമ്പ് ആ വേഴ്സ് ദൈവം തന്നു. ആ വേഴ്സ് മനസ്സിൽ കയറിയപ്പോ തന്നെ എനിക്ക് വിഷയമായി, കുഞ്ഞിനൊന്നും പറ്റത്തില്ലെന്ന് ഒരു വലിയ ഉറപ്പുണ്ടായി. അപ്പൊ തന്നെ ആ വചനം എന്ന് രാവിലെ കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നൊരു ഉറപ്പായി. ഇനി എത്ര നാള് ബാറ്റിൽ ചെയ്യണമെന്നുള്ള വിഷയമുണ്ട്. പക്ഷെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു എല്ലാം, കാരണം കുഞ്ഞ് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് നോർമൽ, ഹീസ് ഓക്കെ. അവന് 6 months കൂളായി, നിയർലി 7 മാസം ആകാൻ പോകുന്നു. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോടെ കടന്നു പോകുമ്പോൾ, വലിയ വിഷയങ്ങളോടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു റീമ വേർഡ് തരുവാണെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ തിരുവചനം മുമ്പ് ഇരുന്നേ പറ്റത്തുള്ളൂ. അത് തരുവാണെങ്കിൽ അത് മതി നമുക്ക് മുന്നോട്ട് പോകാം. അത് മതി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. സോ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്, ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. എസ്രാ ചെയ്തതും അത് തന്നെയാണ്. He pursued God. He seek the word of God. See, നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത്തത്, എസ്രാ ദൈവവചനം പഠിക്കുക മാത്രമല്ല ചെയ്തത്,
അവൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതാണ്. അവൻ ദൈവവചനം പഠിക്കുക മാത്രമല്ല, അവനത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇന്ന് നമുക്ക് ഒത്തിരി പേരുണ്ട് ദൈവവചനം പഠിക്കും എന്ന് ഡയറക്റ്റ് പ്രസംഗിക്കും. ആ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലെവലില് ഒരിക്കലും അത് വരാറില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും ദൈവവചനം വായിക്കുക മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. എസ്ര ദൈവവചനം വായിക്കുന്നത്, എസ്ര അവൻ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് നോക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ദൈവവചനം കേട്ടിട്ട് അതുപോലെ ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചാൽ എന്ത് പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഇത് ക്യാമ്പിന്റെ 4ാമത്തെ സെഷൻ ഇല്ലേ? ക്യാമ്പിന്റെ 4ാമത്തെ സെഷൻ, ഇനി നാളെ സെഷൻ ഉണ്ട്. ഇതെല്ലാം കേട്ട് പലപ്പോഴും ഞാൻ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ നോളജ് ഒത്തിരി വലുതാണ്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ലെവലില് വളരെ പുറകിലാണ്. യേശു ഗിരിപ്രഭാഷണം, മാത്യു ചാപ്റ്റർ 5, 6, 7 മൂന്ന് ചാപ്റ്റേഴ്സിലെ ഗിരിപ്രഭാഷണം, വൺ ഓഫ് ദ ബെസ്റ്റ് സെർമൺസ് എവർ പ്രീച്ച്ഡ്. അത് അറ്റ് ദി എൻഡ് യേശു പറയുന്നുണ്ട്, എന്റെ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനാണ്. ഇല്ലേ? Everyone who hear these words of mine and puts them into practice. Hallelujah. യേശു പറഞ്ഞില്ല എന്റെ വചനങ്ങളെ കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞില്ല. എന്റെ വചനങ്ങളെ കേൾക്കുന്നവരും വായിക്കുന്നവരും അവരുടെ ജീവിതം ബെറ്റർ ആവുമെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു എന്റെ വചനം കേൾക്കുക മാത്രമല്ല, they need to put it into practice. അങ്ങനെ ചെയ്യുന്നവര് അവരുടെ ജീവിതം എതുപോലെ ഇരിക്കും? പാറമേൽ വീട് പണിത മനുഷ്യൻ. എന്താ ഇതിന്റെ പ്രത്യേകത? പാറമേൽ വീട്, നമ്മളെല്ലാവരും പണിയുന്ന പാറയല്ല വീട് പണിയുന്നത്. മണ്ണാരും പണിയാറല്ല, മണ്ണല്ല. നമ്മൾ നല്ല ഫൗണ്ടേഷൻ നല്ല ഡീപ്പായിട്ട് പോകും. എന്റെ സുഹൃത്ത് മണിപ്പൂരിലുണ്ട്. അവര് അവിടെ ഈ ഭൂമി കുലുക്കം ഉണ്ടാകുന്നുണ്ട്. അവരൊരു 5 നില, ഒരു 5 നില വീട്, 5 നില കെട്ടിടം അവർ പണിതത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 7 നിലയുടെ ഫൗണ്ടേഷൻ ഇട്ടത്. ഞാൻ 5 നില എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ കുറച്ചാലോ എന്ന് പേടിച്ച് ഒരു 7 നിലയുടെ ഫൗണ്ടേഷൻ ഇട്ടാ പണിതത്. അതിനനുസരിച്ച് താഴേക്ക് പോയി ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പൊ പാറയിൽ വീട് പണിയുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? നമ്പർ 1, സെക്യൂരിറ്റി. അതിന്റെ സ്ട്രെങ്ത് അത് കാണിക്കുന്നു. പാറമേൽ വീട് പണിതാൽ അതിലൊരു സേഫ്റ്റി ഉണ്ട്. സോ എസ്ര ജീവിതം പണിതത്, he prepared his heart to live according to God's word. He prepared his heart to seek God's law. And number 2, he put it into practice. നമ്മൾ കേട്ട വചനം ജീവിതത്തിൽ അവൻ ട്രൈ ചെയ്തു. അവൻ ദൈവവചനം പഠിച്ചിട്ട് ഓടിപ്പോയിട്ട് പ്രസംഗിക്കല്ല, എല്ലാവരും വന്നാൽ എനിക്ക് ഇത്ര ദൂതുണ്ട്, എനിക്ക് പ്രസംഗിക്കല്ല അവൻ ചെയ്തത്. അവന്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ. യാക്കോബിന്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 23, 24 നമ്മൾ വായിച്ച മനസ്സിലാവുന്നുണ്ട്. ദൈവവചനം വായിച്ചിട്ട് അതുപോലെ ചെയ്യാത്തവരുടെ ഒരു പ്രശ്നം. ഇങ്ങനെ വായിക്കുന്നു, if you listen to God's word and not practice it, you become like a person who looks in the mirror of the word to discover the reflection on his face in the beginning, and then when he goes out and he forgets it. അവൻ വായിക്കും, അതൊന്ന് നോക്കുമെന്ന് മനസ്സിലാക്കും, വെളിയിൽ പോകും, അത് മറക്കും. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവവചനം നമ്മൾ വായിക്കുന്നത് അത് മറ്റൊന്നിനു വേണ്ടി ആവല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളും അതാണ്. ആരോ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. എന്താ കാരണം? ആളുകൾ നമ്മുടെ അടുത്തിടകമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് ഒതന്റിസിറ്റി ഇല്ല എന്ന്. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാനിവിടെ നിൽക്കുന്ന സമൂഹത്തിനാണ് അത് ഞാൻ പറയുന്നത്. ആളുകൾ നമ്മൾ അടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് ഡുവൽ വോയിസ്, 2 ഫേസ് ഉണ്ടെന്നുള്ളത്. കർത്താവ് നമ്മളെ കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, ലെറ്റ് യുവർ യെസ് ബി യെസ്, നോ ബി നോ. ക്ലിയർ ആകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
തിരുവചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് നടക്കുന്നവനാണെങ്കിൽ അവൻ ടാക്സ് എല്ലാം കൃത്യമായിട്ട് പേ ചെയ്യും. അവൻ കോപ്പി അത്ര അടിക്കത്തില്ല. അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കും. തിരുവചനത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവനെ ട്രസ്റ്റ് ചെയ്യാം. അവനെ നമുക്ക് അല്പം പൈസ ഏൽപ്പിക്കാം. നമുക്ക് വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, അതല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ലാക്ക് ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കൊന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മെ ഏൽപ്പിച്ചത് ചെറിയ ലൊക്കാലിറ്റിയിൽ നമ്മൾ എവിടെ ഏൽപ്പിച്ചത്? ഞാൻ രാവിലെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം തന്റെ മക്കളെ എല്ലാ സ്ഥലങ്ങളും നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് നടക്കുന്നു, അവിടെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെ ദൈവം ഈ സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. ദൈവമാണ് മിഷൻ എല്ലാം കൊണ്ടുപോകുന്നത്, കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ദൈവം നമ്മളെ ഓരോ സ്ഥലത്ത് അവന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ചിട്ട് വേർതിരിച്ച് നമ്മെ ആക്കിയിരിക്കുക. അവിടെ നമുക്ക് ഒരു ചെറിയ തോതിലെങ്കിലും ആത്മാർത്ഥമായി ദൈവം നൽകിയത് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് ചെയ്യാൻ പറ്റും. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഇസ്രായേൽ ബാബിലോണിൽ നിന്ന് ഒരു കൂട്ടം ആളുകള് BC 538 അവിടുന്ന് സെരുബാബേലിന്റെ കൂട്ടത്തിൽ തിരിച്ചു പോയത്. അത് കഴിഞ്ഞിട്ട് BC 458, ഞാൻ ഈ കണക്ക് പറയുന്നത് ഓൾമോസ്റ്റ് 80 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് സെരുബാബേലും എസ്രയും തമ്മിൽ ആളുകളെ കൊണ്ടുപോയതിന്. പക്ഷെ 80 വർഷം കഴിഞ്ഞ് എസ്ര അവിടെ എത്തുമ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുവാനും ആളുകൾ എസ്രയുടെ സപ്പോർട്ട് ചോദിച്ചു. ദീനോ എന്താ കാരണം എന്നറിയാമോ? എസ്രയുടെ സ്പിരിച്വൽ സ്റ്റാച്യൂർ അതുപോലെ വലുതായിരുന്നു. ആരും പറഞ്ഞില്ല, നീ ഇപ്പൊ പുതിയതായിട്ട് വന്നല്ലോ, ഞങ്ങൾ 80 വർഷമായിട്ട് ഇവിടെ എല്ലാം സെറ്റിൽ ആയിരിക്കും. ആരും അങ്ങനെ പറഞ്ഞില്ല. അവന്റെ സ്പിരിച്വൽ സ്റ്റാച്യൂർ അതുപോലെ വലുതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം വായിക്കുകയും അത് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്റ്റാച്ചർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ പ്രശ്നങ്ങളെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ ഓരോ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാച്യൂർ വളർന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ ചീത്ത വിളിക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർ അപമാനിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൂരെ നിന്ന് അവർ വീക്ഷിക്കുന്നുണ്ട്. ഇദ്ദേഹം പ്രത്യേകിച്ച് റിയാക്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്തില്ലല്ലോ. പ്രിയമുള്ളവരെ, ഓവർ ദ ടൈം ദൈവം നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഒതന്റിസിറ്റി, ആ ഒരു സൊസൈറ്റി, ആ റെസ്പെക്ട്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. സമയം പോകുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. ആൻഡ് ഫൈനലി proclaim it. അവൻ എന്താണ് ചെയ്തത്? എസ്ര ചെയ്തത് ഫൈനൽ തിങ്. അതോടെ കഴിഞ്ഞ മെസ്സേജ് കഴിഞ്ഞു. Proclaim what he practiced. He proclaimed. So number one, he prepared his heart. He seeked the Lord. He pursued God. And the second thing, he practiced what he learned from God. And finally, he proclaimed it. See, നമ്മൾ പലപ്പോഴും ഈ ഒന്നാമത്തിൽ നിന്ന് ഈ pursued God നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് ചാടാൻ ട്രൈ ചെയ്യും, നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ചാടണമെന്നില്ല. അങ്ങനെ ചാടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാരണം അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് തിരുവചനം ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം. ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാതെ നമുക്ക് മറ്റുള്ളവരെ നമ്മൾ പോയത്, ഞാനും ഇതുപോലെ പ്രശ്നത്തിൽ പോയായിരുന്നു, ഞാനും എക്സാം ഇതുപോലെ ഡിഫിക്കൽട്ടായിട്ടാ പാസ്സായത്, ഇതുപോലെ പ്രോബ്ലംസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ദൈവത്തെ വിളിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു, എനിക്ക് ഇതേ സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒതന്റിസിറ്റി ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ മാത്യു ചാപ്റ്റർ 28, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19, 20 കാണുന്നു. All authority in heaven is given to me. Therefore you go and make disciples of all nations, baptizing them in the name of the Father, Son and the Holy Spirit, and teaching them. അവരെ പഠിപ്പിക്കുക. എന്താ യേശു നമ്മെ പഠിപ്പിച്ചത്? യേശു ജീവിച്ചിരുന്നതും എസ്ര ജീവിച്ചതും തമ്മിൽ ഏകദേശം ഒരു 500 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 500 years ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ യേശു മത്തായി സുവിശേഷത്തിൽ പറയുന്നത് അതേപടി എസ്ര 500 വർഷം മുമ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക. ഈ സെയിം കാര്യം തന്നെയാണ് യേശു നമ്മളോട് പറയുന്നത്. നിങ്ങൾ പൊക്കോ,
നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക. ആരോട്? ലോകം മുഴുവൻ അറിയിക്കുക. എന്തോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ ഡിസൈപ്പിൾ ആക്കുക, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുക, മറ്റുള്ളവരെ മോൾഡ് ചെയ്യുക. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. പ്രൊക്ലെയിം ഗോഡ്സ് വേർഡ്. See, ആരോ പറഞ്ഞ ഓർക്കുന്നുണ്ട്, preach the gospel, use words if necessary. സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ടാൽ ആളുകൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ തോന്നുമോ? ഞാൻ പറഞ്ഞല്ലോ, എസ്ര 80 വർഷം ശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാവരും കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരുടെ പല ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ 7, 8, 9, 10 4 അധ്യായമേ ഉള്ളൂ എസ്രയെ കുറിച്ച് പറയുന്നത്. ഈ 4 അധ്യായത്തിൽ എസ്ര ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ദൈവം അദ്ദേഹം കൊണ്ട് ചെയ്യിപ്പിച്ചു. എസ്ര, നെഹമ്യ ഒരു വലിയ ഒരു വാൾ ബിൽഡർ ആയിരുന്നു. ഒരു വലിയ വാൾ ബിൽഡർ ആയിരുന്നു. സെരുബാബേൽ ഒരു ഫൈറ്ററും ആർക്കിടെക്റ്റും പ്രൊജക്ട് മാനേജ്മെന്റും ഒക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു സെരുബാബേൽ. പക്ഷേ എസ്രയ്ക്ക് ഒന്നുമില്ല. എസ്ര ഈസ് എ സ്ക്രൈബ്, ഹീസ് എ പ്രീസ്റ്റ്. ഒരു പുരോഹിതനായിരുന്നു, ഒരു സ്ക്രൈബ് ആയിരുന്നു, തിരുവചനം നന്നായി പഠിക്കുന്നവനായിരുന്നു. അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഗിഫ്റ്റ്, ആ ഗിഫ്റ്റാണ് ആ കാലഘട്ടത്തിലെ കൾച്ചർ, സൊസൈറ്റിയിലെ കൾച്ചർ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചത്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചേ. നമുക്കിങ്ങനെ നോക്കി ചിന്തിക്കും, എസ്ര ഒരു വലിയ പ്രീസ്റ്റ് ആയിരുന്നല്ലോ, എസ്രയ്ക്ക് അങ്ങനെ ചെയ്യാം. നെഹമായ വലിയൊരു സംഭവമായിരുന്നു, നെഹമയാൻ അങ്ങനെ ചെയ്യാം, ദാനിയേലിന് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ എന്റെ അയലത്തെ വീട്ടിലെ കുട്ടിയേക്കായ പോലും ബെറ്റർ അല്ല. അല്ലെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്കുള്ള സൗകര്യം പോലും എനിക്കില്ല, അല്ലെ എന്റെ ഫ്രണ്ട്സിന്റെ സൗകര്യം പോലും എനിക്കില്ല. എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാമായിരുന്നു, കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻസ് ആകാമായിരുന്നു. ചുരുക്കി പറയട്ടെ, ഈ ലോകത്തിൽ 2 ആളുകൾക്ക് ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ. ആരാന്നറിയാമോ? ആദവും ഹവ്വയും. ബാക്കി ആർക്കും ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ ഈ ഭൂമിയിൽ കിട്ടിയിട്ടില്ല. ആദവും ഹവ്വയും അത് കളഞ്ഞു കുളിക്കുകയും ചെയ്തു. നമുക്കറിയാം ആ സ്റ്റോറി. എസ്ര ജനിച്ചു വീണ തന്നെ ഒരു അടിമത്തത്തിന്റെ നടുവിലാണ് ജനിച്ചു വീണത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ ദൈവവചനം വായിക്കുന്നവനായതുകൊണ്ട് അവന്റെ അതിര് ദൈവം വിശാലമാക്കി. അവന്റെ അതിര് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇത് നമ്മൾ ഉയർത്തിയാൽ ഇത് നമ്മളെ ഉയർത്തും. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ അതിരിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും. ദൈവം പറയുന്നു, ഹേ, അന്വേഷിക്കുക, ദൈവം തരുന്ന റീമ വേർഡ്സ്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മാത്രം പ്രസംഗിപ്പാനും ദൈവം കൃപ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നം, നമ്മുടെ ഒതന്റിസിറ്റി ഇല്ലാതെ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മാത്രം നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പ്രസംഗിക്കുവാൻ ദൈവം കൃപ വരട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ചോദിക്കുന്നത്, നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കാനാണ്. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനം നിങ്ങൾക്കൊന്ന് നിൽക്കാമോ? ബി ആൻ ഇൻഫ്ലുവൻസർ ഫോർ ക്രൈസ്റ്റ് ഇൻ യുവർ ജനറേഷൻ. ബി ആൻ ഇൻഫ്ലുവൻസർ ഇൻ യുവർ ജനറേഷൻ. നിങ്ങളുടെ സമൂഹത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ഒരു ട്രൂ സ്റ്റോറി പറഞ്ഞ് മെസ്സേജ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോ വായിച്ചാലും കണ്ണുകളെ നിറയ്ക്കാറുണ്ട്. അതുപോലെ ഒരു സ്റ്റോറിയാണ്. ഈവൻ ഞാനത് ഇന്നും ആക്ച്വലി ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, മേ ബി നിങ്ങൾക്കും അത് പ്രയോജനമാകുമെന്ന് വിചാരിച്ചു. ഒരു മിഷണറി സ്റ്റോറിയാണ്. ഒരു ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 1920s 2 കപ്പിൾ സ്വീഡനിൽ നിന്ന് കൊങ്കോ, ഒരു ആഫ്രിക്കൻ കൺട്രിയിലേക്ക് അവർ സുവിശേഷം പറയാനായിട്ട് യാത്ര തിരിച്ചു. ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല. ആ കാലഘട്ടത്തിൽ അവര് സുവിശേഷം പറയാനായിട്ട് യാത്ര തിരിച്ചു. 2 കപ്പിൾ, ഒന്ന് ഡേവിഡ് ആൻഡ് സുവ ഫ്ലഡ്, എ കപ്പിൾ യങ്സ്റ്റേഴ്സ്, ആൻഡ് ദെൻ ജോയൽ ആൻഡ് ബർത്ത എറിക്സൺ. അവർക്ക് അവിടെ ചെന്നു. 1 വർഷം അവർ പ്രവർത്തിച്ചു. ഒരു ചെറിയ മഡ് ഹൗസ് ഒക്കെ ഉണ്ടാക്കി. അവർ വളരെ ശക്തമായി അവരവിടെ സുവിശേഷം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ വില്ലേജ് ഭയങ്കര റെസിസ്റ്റന്റ് ആയിരുന്നു, ശുശ്രൂഷയിൽ വളരെ റെസിസ്റ്റന്റ് ആയിരുന്നു. സോ ബേസിക്കലി അവർക്ക് അവിടുന്ന് ആരും
അവർക്ക് നേടുവാനോ കർത്താവിന് വേണ്ടി നേടുവാനോ അവർക്ക് കഴിഞ്ഞു. വളരെ അവർ പിന്നെ വർക്ക് ചെയ്തു. പക്ഷേ നമുക്ക് മലേറിയ അറിയാമല്ലോ. ലോകത്തിൽ ഞാൻ എവിടെയോ വായിച്ചത്, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഓൾമോസ്റ്റ് പകുതി ആളുകളെ കൊന്ന ഒരു രോഗമാണ് മലേറിയ. കമ്പയർ ടു കോവിഡ് ഒന്നും അല്ല. സോ ആ മലേറിയ രോഗം അവിടെ എല്ലാം ഉണ്ട്. അധികം താമസിക്കാതെ തന്നെ ഡേവിഡ് ആൻഡ് സുവ ഫ്ലഡ് അവര് ഗർഭിണിയായി. അവർക്കൊരു കുഞ്ഞ് അവർക്ക് ജനിക്കാൻ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് ഭൂരിഭാഗ സമയത്തും സുവ ഫ്ലഡ് ബെഡ് റിഡൻ ആയിരുന്നു. കാരണം മലേറിയ ബാധിച്ച് വളരെ ടയേർഡും വീക്കും ആയിരുന്നു അവര്. പക്ഷെ ആ ആദ്യത്തെ ഒരു വർഷം അവരുടെ വീട്ടിൽ നിന്നും മുട്ടയും പാലും കൊണ്ടുവരുന്ന ഒരു ലോക്കൽ പയ്യനുണ്ട്. ആ പയ്യനോട് മാത്രം അവർ സുവിശേഷം പറയുമായിരുന്നു. ഒരു വർഷം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആരെയും കിട്ടിയില്ല. പക്ഷെ ആ മിഷണറി, ആ പുള്ളിക്കാരി ചിന്തിച്ചു, ആരും എനിക്ക് വേണ്ടി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പയ്യനോടെങ്കിലും സുവിശേഷം പറയാമല്ലോ. സോ എവറി ഡേ ദേ വിൽ ഷെയർ ഗോസ്പൽ. കർത്താവിന്റെ വചനം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സോ അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം അവർ ഡിസൈഡ് ചെയ്തു കർത്താവിനെ സ്വീകരിക്കാൻ. അവർ ഡിസൈഡ് ചെയ്തു, കർത്താവിനെ ആശ്രയിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. കൊച്ചുപയൻ, 10 വയസ്സിൽ താഴെയുള്ള ഒരു കൊച്ചു പയ്യനോട് ഒരു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ഇവര് സമയമായി, ഇവർ കുഞ്ഞുണ്ടായി. ഒരു പെൺകുഞ്ഞ് ഇവർക്ക് ഉണ്ടായി. ഓൾമോസ്റ്റ് ആ പ്രഗ്നൻസി ടൈം മുഴുവൻ അവർ ബെഡ് റിഡൻ ആയിരുന്നു. അവർക്ക് ഈ പ്രസവത്തിന്റെ ഇതൊന്നും കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ 17 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വളരെ പ്രശ്നങ്ങളിലൂടെ ആ ഹസ്ബൻഡ് പോയി. ഭയങ്കര വിഷമത്തിലായി. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഒരു കുഴി കുഴിച്ച് ഒരു മലഞ്ചെരുവിൽ തന്റെ 27 വയസ്സ് മാത്രമുള്ള സുവ ഫ്ലഡിനെ അവര് അടക്കി. അദ്ദേഹം ഭയങ്കര ബിറ്ററായി, ഭയങ്കര സോറോ ആയിരുന്നു. സോറോ വാസ് ടേൺ ഇൻടു ബിറ്റർ. ഏറ്റവും സാധനം, ദൈവം എന്റെ ജീവിതം നശിപ്പിച്ചു. ഞാൻ ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുത്ത്, എന്റെ രാജ്യം വിട്ട്, എന്റെ നാട്ടുകാരെ വിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് സുശീല വേലയ്ക്ക് നിന്ന് എല്ലാം എന്നെ നഷ്ടപ്പെട്ടു. ഒന്നും എനിക്ക് പറയുവാനില്ല. അങ്ങനെ ഇരുന്ന ആ ഒരു സാഹചര്യത്തില് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ട. അദ്ദേഹം തിരിച്ച് സ്വീഡനിലേക്ക്. അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചിനെയും എനിക്ക് വേണ്ട. കൊച്ചിനെ ഒരു പേരിട്ടു. കൊച്ചിന്റെ പേര് എയ്ന എന്ന ഒരു പേരിട്ടു. ആ കൊച്ചിനെ മറ്റൊരു കപ്പിൾ ഉണ്ടായിരുന്നല്ലോ, ജോയൽ ആൻഡ് ബർത്ത എറിക്സൺ, അവരെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം തിരിച്ച് സ്വീഡനിൽ തിരിച്ചു പോയി. അദ്ദേഹത്തിന് ദൈവത്തെ വേണ്ട. അദ്ദേഹം മദ്യപിക്കാൻ തുടങ്ങി. ജീവിതം വളരെ വേഴ്സായി മുന്നോട്ട് പോയി. ഇവിടെ ഈ കൊച്ചു കുഞ്ഞ് എയ്ന, ഈ ജോയൽ ആൻഡ് ഇവരുടെ എറിക്സൺ അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഒരു ടോളർ ആകുന്നിടം വരെ, ഒരു ടോളർ വയസ്സ്, ഒരു 3 വയസ്സ് വരെ സംതിങ് ഈ ഫാമിലിയുടെ കൂടെ ജോയൽ ആൻഡ് ബർത്ത എറിക്സണോട് ജീവിച്ചു. ചുരുക്കി പറയട്ടെ, എനിക്ക് തോന്നുന്നു ആ വില്ലേജസ് തന്നെ ഒരു മിസ്റ്റീരിയസ് ഇൽനെസ് പിടിപെട്ടു. അവരെ അസ്യൂം ചെയ്യുന്നത് ആ വില്ലേജസ് തന്നെ അവരെ പോയിസൺ ചെയ്ത് 3 ദിവസത്തെ ഡിഫറൻസിൽ ജോയലും ബർത്ത എറിക്സണും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സോ ഈ കുഞ്ഞ് മാത്രം അവശേഷിച്ചു. എയ്നയെ അവര് ഒരു അമേരിക്കൻ മിഷണറീസിന് അവരെ ഹാൻഡ് ഓവർ ചെയ്തു. ഒരു അമേരിക്കൻ മിഷണറി ഫാമിലിക്ക് ഈ കൊച്ചു കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്തു. ആ കൊച്ചിനെ കൊണ്ട് അവർ അമേരിക്കയ്ക്ക് പോയി. സ്വീഡനിലെ കൊച്ച് കോങ്കോയിൽ പോയി. ആ ഫാമിലിയിൽ നിന്ന് കോങ്കോയിൽ അവർ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ആ കൊച്ചു വളർന്നു. അവിടെ ചെന്നപ്പോൾ അവര് അഡോപ്ഷന്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. തിരിച്ച് ആഫ്രിക്കയിൽ പോവാതെ പ്ലാൻ ചെയ്തു. കാരണം അഡോപ്ഷൻ പ്രോബ്ലംസ് എല്ലാം ആവില്ലെന്ന് വിചാരിച്ച്. ചുരുക്കി പറഞ്ഞാൽ ആ കൊച്ചിന്റെ പേര് അവർ ചേഞ്ച് ചെയ്തു. ആഗി എന്നാക്കി മാറ്റി. ആ കൊച്ചു വളർന്ന സമയമായി. അവർ മിഷണറി ഫാമിലിയിൽ വളർന്നത് കൊണ്ട് ആ കുഞ്ഞ് ഒരു ബൈബിൾ കോളേജിൽ പോയി. നോർത്ത് വെസ്റ്റേൺ ബൈബിൾ കോളേജ്, ഐ തിങ്ക് മിനസോട്ടയിൽ ഉള്ള ഒരു ബൈബിൾ കോളേജിൽ അവൾ ജോയിൻ ചെയ്തു. അവളുടെ നല്ല പ്രായത്തിൽ അവിടുത്തെ ഒരു നല്ലൊരു ദൈവദാസനെ, ഒരു യുവ സുവിശേഷകനെ കണ്ടുമുട്ടി. അവര് കല്യാണം കഴിച്ചു. അവരൊരു പുതിയ ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവര് അമേരിക്കയിലെ ഒത്തിരി ചർച്ചുകൾ അവർ ശുശ്രൂഷ ചെയ്ത് അവർ മുന്നോട്ട് പോയി. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം കല്യാണം കഴിച്ചത് ഡുവേ ഹേഴ്സ്റ്റ് എന്ന് പറഞ്ഞൊരു ദൈവദാസനെയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം വേറൊരു ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ആയിത്തീർന്നു. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആ ബൈബിൾ കോളേജിൽ അവർ ഇരിക്കുമ്പോൾ, അവർ പ്രസിഡന്റ് ആയിരുന്നു, അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അവരൊരു ഗിഫ്റ്റ് കൊടുത്തു. സ്വീഡനിലേക്ക് പോകാൻ ഒരു വെക്കേഷൻ ട്രിപ്പ് കൊടുത്തു. വെക്കേഷന് പോകാനുള്ള ഒരു ഫ്ലൈറ്റും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അപ്പം അവർക്കൊരു ആഗ്രഹം, ഈ ആഗി എന്ന് പറഞ്ഞ കൊച്ചിന്റെ ആഗ്രഹം, സ്വീഡനിലാണല്ലോ എന്റെ പേരൻസ് വന്നത്, എന്തെങ്കിലും ഒരു ഇതുണ്ടോ, എന്റെ അമ്മ മരിച്ചു എന്നറിയാം, എന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ, വളരെ ആഗ്രഹിക്കുന്നതാണ്. ഈ വർഷം അവർ പോയി വളരെ കഷ്ടപ്പെട്ട് അവിടെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവർക്കൊരു ക്ലൂ കിട്ടി, അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്.
അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ ദൈവം എന്ന് പറഞ്ഞ വാക്ക് മിണ്ടല്ല, അതുപോലൊരു മനുഷ്യനാണ്. തപ്പിപ്പിടിച്ച് ചെന്നപ്പോൾ ലിക്കർ ബോട്ടിൽസും എല്ലാം ഒത്തിരിയിടത്തുണ്ട്. അവിടെ ചെന്നു. അവര് ആഗി ആ റൂമിലേക്ക് ചെന്ന് പറഞ്ഞു, പപ്പ. അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ കരഞ്ഞ്, 73 വയസ്സായ മനുഷ്യൻ, അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഐ നെവർ മെന്റ് ടു ഗിവ് യു അവേ. ഞാൻ ഒരിക്കലും നിന്നെ കളയണമെന്ന് ചിന്തിച്ചില്ല. ജീവിതം ഇങ്ങനെയൊക്കെ ടേൺ ഔട്ട് ആയി. ഐ നെവർ പറഞ്ഞു, പപ്പ ഡോണ്ട് വറി, ദൈവം സഹായിച്ചു, ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. അവർ ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം 17-ാമത്തെ വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചിനെ അപ്പൻ കളഞ്ഞു. ആ ഒരു വേദന പേറി ദൈവത്തെ വെറുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ വെച്ച് ദൈവം റിക്കൗൺസിൽ ചെയ്തു. അവിടെ വെച്ച് ദൈവം പ്രവർത്തിച്ചു, റിക്കൗൺസിൽ ചെയ്തു. ഫ്യൂ ഡേയ്സ് അപ്പന്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏഗി ആൻഡ് ഹർ ഹസ്ബൻഡ് ഡുവേഹസ്റ്റ് അവർ തിരിച്ച് അമേരിക്ക തിരിച്ച് ലാൻഡ് ചെയ്ത ഉടനെ അവരുടെ മെസ്സേജ് കിട്ടി, അപ്പൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി. അവർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അപ്പൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. 5 വർഷത്തിന് ശേഷം അവർ ലണ്ടനിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ, ഒരു വലിയ പെന്റക്കോസ്റ്റൽ സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന പാസ്റ്റേഴ്സ് കോൺഫറൻസ്, ഒരു വലിയ ഇഷ്ടം പോലെ ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് അവര് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ, കോങ്കോ ആഫ്രിക്കൻ ഏരിയയിൽ നിന്ന് ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്നു. 1000-കണക്കിന് ചർച്ചുകൾ, 1,10,000 വിശ്വാസികളുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ പോവുകയാണ്. ആ ദിവസം വന്ന് വളരെ ശക്തിയായി ശുശ്രൂഷിച്ചു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം മെൻഷൻ ചെയ്തു, ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത്. അത് മെൻഷൻ ചെയ്തപ്പോൾ ആഗിക്കൊരു ആഗ്രഹം, ഈ പ്രസംഗം ഇവരോടൊന്ന് സംസാരിച്ചാലോ, ഇദ്ദേഹത്തോട് ഒന്ന് മിണ്ടിയാലോ. മെസ്സേജ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വന്നെന്ന് പറഞ്ഞല്ലോ, ഡു യു ഹാവ് എനി ഐഡിയ? ഡേവിഡ് ആൻഡ് സുവ ഫ്ലഡ്, 2 മിഷണറീസ് സ്വീഡനിൽ നിന്ന് അങ്ങോട്ട് യാത്രയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ മിഷണറീസിനെ പറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പറഞ്ഞല്ലോ ആ സ്ഥലത്തുനിന്ന് വന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുവ ഫ്ലഡ് ആണ് എന്നെ കർത്താവിലേക്ക് നയിച്ചത്. ഞാൻ അവരുടെ വീട്ടിൽ ഒരു മുട്ടയും ഒരു പാലും കൊണ്ടുപോകാമായിരുന്നു. അവരെന്നോട് എന്നും സുവിശേഷം പറയുമായിരുന്നു. അവരാണ് ഞാനൊരു ഫ്യൂ മന്ത്സിന് മുമ്പ് ആ സുവ ഫ്ലഡിന്റെ ശവകുടീരത്തിൽ അല്ലെങ്കിൽ കല്ലറയിൽ പോയി പൂക്കളൊക്കെ വെച്ച് വന്നിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. സുവ ഫ്ലഡ് ആ മിഷണറി 1 വർഷമേ ഞങ്ങളോട് ഉണ്ടായിരുന്നുള്ളൂ. അവർ മരിച്ചുപോയി. പക്ഷേ അവര് ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ ഒരു വലിയ പാർട്ട് അവർ പ്ലേ ചെയ്തു. അവര് കാരണമാണ് ഞാൻ കർത്താവിലേക്ക് വന്നത്. അവർ ഒരു വലിയ പാർട്ട് പ്ലേ ചെയ്തു എന്ന് പറയാനുണ്ടായി. അവര് കാരണം, അവരുടെ ആ ഒരു പ്രവൃത്തി കാരണം ഇന്ന് 10,000-കണക്കിന് വിശ്വാസം, 1,10,000 വിശ്വാസികളും 1000-കണക്കിന് സഭകളും ഇന്ന് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവർക്കൊരു എയ്ന എന്നൊരു മോളുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി അന്വേഷിച്ചു, കണ്ടില്ല. അവരിതുപോലെ മരിച്ചുപോയി. ഐനെ ഒരു അമേരിക്കൻ മിഷണറിമാർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ആ ഐന എന്ന് പറഞ്ഞ കുഞ്ഞാണ് ഞാൻ, എന്റെ പേര് ആഗി നാക്കി മാറ്റിയതാണ്. അവര് ലോങ് ലോസ് ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. ഒത്തിരി കരഞ്ഞു. ലോങ് സ്റ്റോറി ഷോർട്ട്, നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ നമുക്ക് ആ സ്റ്റോറി കാണാൻ പറ്റും. ആഗി ഹേസ്റ്റിന്റെ സ്റ്റോറി, മിഷണറി സ്റ്റോറി. അവര് തിരിച്ച് കോങ്കോയിൽ അവർ പോയി അത് കണ്ടു. അന്ന് വൈകിട്ട് പാസ്റ്റർ പറഞ്ഞു, ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ ഒരു പ്രയോജനം, ചത്താലോ 100 മടങ്ങ് പ്രതിഫലം പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഇൻഫ്ലുവൻസ് എന്തുവാ? ബി ആൻ ഇൻഫ്ലുവൻസർ ഇൻ അവർ ജനറേഷൻ. എന്താ ഇൻഫ്ലുവൻസ്? യേശുവിലേക്ക് ഒരാളെ അടുപ്പിക്കുകയും യേശുവിലേക്ക് ഒരാളെ ലീഡ് ചെയ്യുകയും അവരെ നിത്യത വരെ എത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസ്. ഈ ഭൂമിയിൽ നോക്കുമ്പോൾ ആ 1 വർഷം സുവ ഫ്ലഡ് കോങ്കോയിൽ പ്രവർത്തിച്ചത് ഒന്നുമല്ലാതിരിക്കാം. അവർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, മലേറിയയിൽ മാറ്റപ്പെട്ടു, ഹസ്ബൻഡ്, ഫാമിലി എല്ലാം മിസ്റ്റേക്കിലായി. എയ്നയുടെ ജീവിതം തന്നെ പോയി. പക്ഷേ സുവിശേഷം മരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, താങ്ക് യു ഫോർ അലൗവിങ് യുവർ മം ടു ഡൈ ഇൻ അവർ ലാൻഡ്. ഞങ്ങളുടെ നാട്ടിൽ നിന്റെ അമ്മയെ മരിക്കാൻ അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയും സഭകൾ അവിടെ ആയത്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ ഇൻഫ്ലുവൻസ്? ഇതായിരിക്കും. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഇന്ന് രാത്രിയിൽ എല്ലാവരെയും കർത്താവിലേക്ക് ഒന്നുകൂടെ ആഹ്വാനം ചെയ്യുന്നു, ഒന്നുകൂടെ കർത്താവിലേക്ക് വിളിക്കുന്നു. നമ്മുടെ തീരുമാനം, let us prepare our heart.
എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ പോകുന്നത് പോലെ നമ്മൾ പോയാൽ നമ്മൾ എവിടെ ആയിത്തീരും? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ആകുവാനുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവിനെ ദിനവും നമ്മൾ അറിയുന്നുണ്ടോ? കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരുന്നുണ്ടോ? നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവരെ ഡിസൈപ്പിൾ ചെയ്യുവാനും അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാനും അവരെ ഒന്ന് ബിൽഡ് ചെയ്യുവാനും നമുക്ക് കഴിയാറാണ്. ഇന്ന് രാത്രി ഒരു പ്രാവശ്യം നമ്മൾ തീരുമാനമെടുക്കും. ആ തീരുമാനത്തെ ദൈവം മാനിക്കും. ദൈവം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി അങ്ങയുടെ സന്നിധിയിൽ കണ്ണുകളടച്ച, തീരുമാനമെടുത്ത, അവരെ തന്നെ സമർപ്പിച്ച എല്ലാ കൂട്ടുകാർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, നീ അവരെ മാനിക്കണമേ, നീ അവരെ ശക്തീകരിക്കണമേ. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന അങ്ങ് ഒഴുകി അങ്ങ് പോകാതെ കർത്താവെ, നീ വിളിച്ച വിളി എന്തെന്ന് തിരിച്ചറിയുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, അങ്ങുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് ഞങ്ങളെ ലീഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ എടുത്ത ഡിസിഷനിൽ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരം അവരുടെ മേൽ ഇന്ന് രാത്രിയിൽ അവിടുന്ന് വെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ജീവിതങ്ങളെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. നീ അവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. വിടുതൽ അവരുടെ ജീവിതത്തിൽ നൽകുന്നതിനായി സ്തോത്രം. ചില നാളുകൾ പഴക്കമുള്ള കെട്ടുകൾ, ചില ഹാബിറ്റ്സ്, ചില സ്ട്രോങ് ഹോൾസിനെ അവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയോട് ചേർന്നിരിപ്പാനുള്ള കൃപ നൽകുമാറാകണമേ. ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രിയിൽ നിന്റെ ജനത്തിന്റെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ നീ മാനിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് അവരിൽ പകർന്നിരിക്കുന്ന പേർപ്പസ്, ആ സീഡ് അത് അതിന്റെ ഫുൾ ഫ്ലെഡ്ജിൽ ഗ്രോ ചെയ്യുക അങ്ങനെ കർത്താവെ, നിത്യതയ്ക്ക് അവകാശികളാക്കി ഞങ്ങളെ തീർക്കുന്നതിനായി, അനേകരെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി, നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയും. സകലമാനവും മഹത്വം പിതാവേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുമെന്ന് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you, Pastor Blessed Matthew, for your wonderful words. God bless you.